വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നും നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന ബക്കറ്റിൽ നമ്മളൊരു കവർ വെച്ചതിന് ശേഷം, ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം അതിൽ ഫുഡ് വേസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് കൊണ്ടിടാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പാത്രം ഫുഡ് വേസ്റ്റ് ഇടുന്ന പാത്രം കഴുകാനും എളുപ്പമായിരിക്കും. ഇതുപോലെ ഫുഡ് വേസ്റ്റ് ഇടുന്ന കവറിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ, ഫുഡ് വേസ്റ്റിലെ വെള്ളം ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ നമുക്കിതേപോലെ ഒരു ന്യൂസ് പേപ്പർ മടക്കി അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് വേസ്റ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ആ ന്യൂസ് പേപ്പർ അബ്സോർബ് ചെയ്തെടുത്തോളും. അപ്പോൾ നമുക്ക് ബക്കറ്റിലധികം അഴുക്കും വൃത്തികേടൊന്നും ആവില്ല. അടുത്തതായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് നമ്മൾ മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള 4 ബണ്ണുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാം. എത്ര കുട്ടികൾ ചാടി കുത്തി മറിഞ്ഞാലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് ചുളുങ്ങുകയോ അതല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുകയോ ചെയ്യില്ല. നമ്മൾ വിരിച്ചിട്ട് അതേപടി തന്നെ കിടക്കും. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം 4 ഭാഗത്തേക്കും ബെഡിൻ്റെ അടിയിലേക്കായിട്ട് തുണി തെരുത്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം 4 കോർണറും നല്ല ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ബണ്ണ് മുറുക്കി ഇട്ട് കൊടുത്തിട്ട് അടിയിലേക്ക് നന്നായിട്ട് വലിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എത്ര കുത്തിമറിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ബെഡ്ഷീറ്റ് ചുളുങ്ങുകയോ അതല്ലെങ്കിൽ വലിഞ്ഞ് നിൽക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മീൻ നന്നാക്കാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ മത്തി പോലുള്ള ചെതമ്പലുള്ള മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നന്നാക്കി എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലും വൃത്തിയായിട്ടും നമ്മളെ സിങ്കൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഉപയോഗിക്കാത്ത അരിപ്പ എടുത്തിട്ടുണ്ട്. ചായ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പ, നമ്മൾ ഉപയോഗിക്കാത്ത അരിപ്പ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പിടുത്തം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ അതിൻ്റെ 2 കൊമ്പ് പോലത്തെ വശമുണ്ട്, അതിന് പിടുത്തം നഷ്ടപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിട്ടിട്ടാണ് നമ്മൾ പൈപ്പിൻ്റെ മീതേക്ക് കെട്ടി വെച്ചിരിക്കുന്നത്. ഇതുപോലുള്ള അരിപ്പയാണ് ഇപ്പോൾ എടുത്തുള്ള ഇതുപോലത്തെയുള്ള അരിപ്പ നമ്മുടെ കയ്യിൽ പഴയതുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അതിൻ്റെ പിടുത്തത്തിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇതിപ്പോൾ പിടുത്തമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പൈപ്പിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എടുക്കാനും പറ്റില്ലല്ലോ, മീനൊക്കെ അല്ലേ നന്നാക്കുന്നത്. ഇനി നമുക്ക് മത്തി അതുപോലെ ചെതമ്പലുള്ള മത്തി പോലുള്ള മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ സിങ്കിൽ ഇതിൻ്റെ ചെതമ്പലും അതുപോലെ തന്നെ സിങ്കിൻ്റെ ചുറ്റുഭാഗത്തൊന്നും ഇതിൻ്റെ ചെതമ്പൽ എത്ര കഴുകിയാലും നമ്മളിതിൻ്റെ ചെതമ്പൽ വൃത്തിയാക്കി കഴുകിയാലും മീൻ നന്നാക്കി കഴുകി കഴിഞ്ഞാൽ നമ്മൾ സിങ്കിലും അതുപോലെ സിങ്കിൻ്റെ ചുറ്റുഭാഗത്ത് ഇതിൻ്റെ ചെതമ്പൽ പറ്റി പിടിച്ചിരിക്കും. എത്ര കഴുകിയാലും അത് പോവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കത് മീൻ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ചെതമ്പലൊക്കെ ഈ അരിപ്പയിൽ വീഴുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മീനിൻ്റെ വേസ്റ്റും ഈ അരിപ്പയിൽ തന്നെ ഇടാം. കുറച്ച് കൂടുതലാവുമ്പോൾ നമുക്കത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്ക് മാറ്റിയിടുക, അല്ലെങ്കിൽ ചട്ടിയിലേക്ക്, മീൻ നന്നാക്കുന്ന ചട്ടിയിലേക്ക് തന്നെ മാറ്റിയിടുക കേട്ടോ. കാരണം ഈ അരിപ്പ മീനിൻ്റെ വേസ്റ്റ് വെച്ചിട്ട് നിറയുമ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് അതല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്കോ മീനിൻ്റെ വേസ്റ്റ് മാറ്റാം. അപ്പോൾ നമ്മുടെ സിങ്കും ഇതിൻ്റെ മീനിൻ്റെ കുടലും അതുപോലെ തന്നെ മീനിൻ്റെ ചെതമ്പലൊന്നും നിറഞ്ഞ് അടഞ്ഞു പോവുകയില്ല. നമ്മളെ സിങ്കും അതുപോലെ തന്നെ സിങ്കിൻ്റെ ചുറ്റുഭാഗവും നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, നീറ്റായിരിക്കും. നമുക്ക് എത്ര മീൻ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ നന്നാക്കി എടുക്കാം. മീൻ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയ വെള്ളം ഇതേപോലെ ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ചെതമ്പൽ കൂടിയിട്ട് ഈ അരിപ്പയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ വേസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ഫുഡ് വേസ്റ്റിലേക്ക് മാറ്റാനും കഴിയും. ഇതിപ്പോൾ നമുക്ക് പുറത്തെങ്ങാനും പോയിരുന്ന് നന്നാക്കാനൊക്കെ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ഇതൊരു വിഷയമല്ല കേട്ടോ. മീനൊക്കെ നന്നാക്കുക എന്ന് പറഞ്ഞത് ഒരു വിഷയമല്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ പാടാണ്. സിങ്കിൽ വെച്ചിട്ട് തന്നെ നന്നാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മത്തി നന്നാക്കൽ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിങ്ക് ഒന്ന് കാണിച്ചു തരാം. ഒരു ചെതമ്പലോ അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സിങ്കിൻ്റെ പരിസരമൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഒറ്റ ചെതമ്പൽ പോലും തെറിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സിങ്കിലൊക്കെ വെച്ചിട്ട് മീൻ നന്നാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക്
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വളരെ എളുപ്പത്തിൽ നമ്മളെ സിങ്കിനൊന്നും അധികം വൃത്തികേടായിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി. നമ്മൾ മീൻ കഴുകിയ വെള്ളം ഒന്നായതുകൊണ്ട്, അല്ലാതെ വേറെ വേസ്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മുടെ മീനൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിങ്ക് കണ്ടില്ലേ, ഞാൻ വെള്ളമൊഴിച്ച് കഴുകും കൂടി ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിക്കാണ്. നമ്മൾ ഇതുപോലെ അരിപ്പൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ സിങ്കിൽ വെച്ചിട്ട് മീൻ നന്നാക്കുകയാണെങ്കിൽ കഴുകി കഴിഞ്ഞാലും കുറച്ച് ചെതമ്പലൊക്കെ നമ്മൾ ഈ സിങ്കിൻ്റെ ഈ ഫോർസിൽ വന്നിട്ട് അടഞ്ഞിരിക്കും. ഇപ്പോൾ അതൊന്നുമില്ല കണ്ടോ.